സോ ഫൈനലി ആപ്പിൾ അങ്ങനെ ആപ്പിളിൻ്റെ വാക്ക് പാലിച്ചേക്കുവാണ്. മെയ് മാസം നടന്ന ഇവൻറ്റ് നമുക്കറിയാം. അതിലായിരുന്നു പുതിയ ഐപാഡ് പ്രോ ലൈനപ്പും എയർ ലൈനപ്പും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഐപാഡ് ലൈനപ്പിൽ M4 സിലിക്കൺ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്നത്. iOS 18 റിലീസോടെ ആപ്പിൾ ഐഫോൺ യൂസേഴ്സിൻ്റെ ഇടയിലുള്ള കുറേയധികം പരാതികൾ, അതിനുള്ള സൊല്യൂഷൻസ് ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. എന്നാൽ മറ്റൊരു അൺടച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ക്യാമറ. മാനുവലി യൂസേഴ്സിന് പല കാര്യങ്ങളും, പല ഓപ്ഷൻസും സെറ്റിങ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്യാമറ, പ്രോ വീഡിയോ ക്യാമറ ആപ്ലിക്കേഷനാണ് ആപ്പിളിൻ്റെ പുതിയ ഫൈനൽ കട്ട് ക്യാമറ എന്ന് പറയുന്നത്. അത് ആപ്പിൾ ഇപ്പം ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഫൈനൽ കട്ട് ക്യാമറ അതെന്താണ്, അതിൻ്റെ പുതിയ ഫീച്ചേഴ്സ്, സെറ്റിങ്സ്, എങ്ങനെ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി മാനുവലി കൺട്രോൾഡ് ആയിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. മെയിൽ നടന്ന ഇവൻറ്റിൽ വെച്ച് ആപ്പിൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നതിൻ്റെ പുറകിലുള്ള റീസൺ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ വന്ന് സിനിമയെ പോലും വളരെ പല ഷോട്ടുകളും, വീഡിയോയുടെ അല്ലെങ്കിൽ സിനിമയുടെ പല ഷോട്ടുകൾ പോലും എടുക്കുന്നത് ഐഫോണിലാണ്. വളരെ റീസെൻ്റ്ലി നമുക്കറിയാം ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ ചില ഷോട്ടുകൾ അതൊക്കെ എടുത്തത് തന്നെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത് എന്നുള്ളത്. സോ അത്ര ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് ലൈവ് മൾട്ടിക്യാം. ഇതാണ് നമ്മൾ മൾട്ടിപ്പിൾ ഐഫോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആ ഒരു ആളുടെ കയ്യിൽ നമുക്ക് ക്യാമറ ആംഗിൾ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ലൈവ് മൾട്ടിക്യാം എന്ന് പറയുന്ന ഫീച്ചർ. ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐപാഡിൽ ഫൈനൽ കട്ട് പ്രോ ആപ്ലിക്കേഷൻ വേണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഉള്ളത് ഐപാഡ് മിനിയാണ്, 6th ജനറേഷൻ. അതിൽ നമുക്ക് ഫൈനൽ കട്ട് പ്രോ സപ്പോർട്ട് ചെയ്തില്ല. M1 സീരീസിലുള്ള ചിപ്സെറ്റ് വരുന്ന ഐപാഡുകളിൽ മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. അത് ബോത്ത് ഐപാഡ് പ്രോയിലും ഐപാഡ് എയറിലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പം ഈ സെൻട്രൽ ടോപ്പിൽ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾസ് ആണ്, വീഡിയോ കൺട്രോൾസ്, HEVC, HDR, 4K 30 FPS. സോ അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഫോർമാറ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഒരു HEVC എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഫോർമാറ്റാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാൻ ധാരാളമാണ് HEVC. പിന്നെ HDR, 4K 30 FPS. ഇത്രയും ഓപ്ഷൻസ് ഇട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കാണിക്കുന്നത് ഏകദേശം 5 മണിക്കൂറും 9 മിനിറ്റുമാണ്. എന്നാൽ ഞാൻ ഈ ഒരു ഫോർമാറ്റ് മാറ്റി ആപ്പിൾ പ്രോറസിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആ ഒരൊറ്റ മൊമെൻറ്റിൽ 5 മണിക്കൂർ എന്നുള്ളത് 5 മിനിറ്റ് ആയിട്ട് ചുരുങ്ങി. പ്രോറസിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം അത്രയ്ക്കും റോ ഫോർമാറ്റിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇനി HDRൻ്റെ ഓപ്ഷനിൽ നമുക്ക് SDR ലോഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ലോഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡ് ചെയ്യാൻ നമുക്ക് കൂടുതൽ കളർ ഗ്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് നമ്മളിപ്പം ലോഗ് എന്ന് പറയുന്ന പോലെ. പിന്നെ ഉള്ളത് 4K ആണ്, നിങ്ങൾക്ക് 1080pയിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഫ്രെയിം റേറ്റ് ആണ് 25 ആണോ 60 ആണോ 30 ആണോ എന്നുള്ളത്. പിന്നെ ഉള്ളത് സെറ്റിങ്സ് ആണ്. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ അധികം സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലാദ്യം പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ നമ്മൾ ഈ ആദ്യം സെറ്റിങ്സ് ഓപ്ഷനിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യത്തെ 3 ഓപ്ഷനിൽ ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം വരുന്ന 2 ഓപ്ഷൻസ്, അതിനകത്താണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് വീഡിയോ കുറച്ചും കൂടെ സ്റ്റേബിലൈസ് ആയിട്ട് ഷേക്കിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയ രീതിയിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മിറർ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള നോർമൽ ഫുട്ടേജ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം ആപ്പിളിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനിൽ നമുക്കറിയാം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ഓപ്ഷനിൽ സ്റ്റേബിലൈസ് ഫുട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു ആക്ഷൻ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജ് ലഭിക്കത്തുള്ളായിരുന്നു. എന്നാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഏത് നോർമൽ വീഡിയോസ് പോലും നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം മിറർ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനും ആപ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ടൂൾസ് ആണ്. ടൂൾസിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കോമ്പസിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രിഡ് ഓവർലേ, നമുക്ക് ഗ്രിഡ് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഗ്രിഡ്. പിന്നെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും. സോ സ്ക്വയർ വേണോ അല്ലെങ്കിൽ 4:3 വേണോ. സോ ആ ഒരു ആസ്പെക്ട് റേഷ്യോൻ്റെ ഔട്ട്ലൈൻ മാർക്കിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ എക്സ്പോഷർ ആൻഡ് ഫോക്കസ്. സോ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഓവർ എക്സ്പോസ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതാണ് സീബ്രാസ്. അതായത് നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറാസിൽ മാത്രം ലഭിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് സീബ്ര. അതായത് വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ ഒരു ഐഫോണിൻ്റെ നമ്മുടെ ടോർച്ച് ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ വെട്ട കൂടുതൽ ഓവർ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്നത്, ഞാനിപ്പോൾ ഈ ക്യാമറ ഇവിടെ കൂടി ഇങ്ങനെ ഓടിക്കുമ്പം ആ സീബ്രാസിൻ്റെ പാറ്റേൺ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ക്യാമറയിൽ വെട്ട കൂടുതലുള്ളതുകൊണ്ടാണ് അവിടെ ഇപ്പം ഈ ഫ്ലാഷ് ലൈറ്റ് കാണുന്നത് നിങ്ങൾക്ക് കാണാം ആ ചുമല വെട്ടമാണ് അല്ലെങ്കിൽ ചുമല മാർക്കിംഗ് ആണ് കാണുന്നത്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം എവിടെയാണോ ആ ഒരു ലൈറ്റ് ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ ചൂണ്ടിക്കാണിക്കാൻ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് സീബ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മളുടെ എക്സ്പോഷർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. സോ ഇതിലേക്ക് ഞാനിപ്പം എക്സ്പോഷർ സ്ലൈഡർ ഒന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ചുമല സീബ്ര ഓപ്ഷൻ ഇപ്പോൾ പോയേക്കെന്ന് കാണാൻ സാധിക്കും. സോ ഇപ്പം ഞാൻ ആ ലൈറ്റിനെ എക്സ്പോഷർ കറക്റ്റ് ആക്കിയത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഓപ്ഷൻ ഇപ്പം മാറിയത്. സോ ഇങ്ങനെ നിങ്ങൾക്കിത്
കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ആപ്പിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെറ്റിങ്സിലേക്ക് തന്നെ ബാക്കി പോകാം. സോ സെറ്റിങ്സിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ ഇതിലടുത്ത ഓപ്ഷനാണ് ഫോക്കസ് സ്പീക്കിംഗ്. എഴുതി വെച്ചു, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വീഡിയോഗ്രാഫി ഐഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടാൻ പോകുന്ന ഒരു ഫീച്ചറായിരിക്കും. അതായത് നമ്മളിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ്, കുറേ അധികം സബ്ജക്റ്റുകളുണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്കാണ് നമ്മളെ ഫോക്കസ് കേന്ദ്രീകരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന നമ്മളുടെ ഒരു ഫങ്ഷനാലിറ്റിയാണ് ഈ ഒരു ഫോക്കസ് സ്പീക്കിംഗ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ നമ്മുടെ മാക്ക് ഇവിടെ ഇരിപ്പുണ്ട്. സോ മാക്കിലേക്ക് വരുമ്പം നമുക്കൊരു പച്ച കളർ അവിടെ കാണാൻ സാധിക്കും. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി ഈ ഒരു മൈക്രോഫോൺ എടുത്തു. മൈക്രോഫോണിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു പച്ച കളർ അതിൻ്റെ ചുറ്റിനും കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ എല്ലാം ഫോക്കസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെയാണ് ഇപ്പോൾ കറക്റ്റ് ഫോക്കസ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പം ഫോക്കസ് എവിടെയാണ് അല്ലെങ്കിൽ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫോക്കസ് അവിടെ നിന്ന് മാറുമ്പോൾ ആ ഒരു പച്ച കളർ അവിടെ നിന്ന് മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടേബിളിൽ എനിക്ക് പച്ച കളർ കാണാൻ സാധിക്കുന്നത്. കാരണം ഫോക്കസ് ചെയ്തേക്കുന്നത് മാക്കേലാണ്. ടൂൾസ് കഴിഞ്ഞാൽ പിന്നെ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇനി മുതൽ നിങ്ങൾ ഐഫോൺ ഉപയോഗിച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതുപോലുള്ള ഓഡിയോ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓഡിയോ ഡിവൈസുകൾ ഡയറക്റ്റ്ലി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ഞാനിപ്പം ഈ ഒരു റോഡ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ സോഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ റോഡ് കൃത്യമായിട്ട് കാണിക്കും. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓഡിയോയുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് ഇവിടെ നമുക്ക് ആ ഓഡിയോ പീക്ക് ആകുന്നതും അല്ലെങ്കിൽ ഓഡിയോയുടെ ലെവൽസ് നമുക്ക് സൈഡിൽ ചെറുതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ചേഞ്ച് ആണ് വന്നേക്കുന്നത്. നമ്മളുടെ കംപ്ലീറ്റ് ഇൻ്റർഫേസും മാറുവാണ്. ഇവിടെ നമുക്ക് ഓഡിയോ ലെവൽസിൻ്റെ പീക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ആണ് സെറ്റിങ്സിലുള്ളത്. ഇനി സെറ്റിങ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളുടെ നോർമലി കാണാവുന്ന പോലത്തെ നമ്മുടെ സൂം അല്ലെങ്കിൽ ലെൻസിൻ്റെ റേഞ്ചുകൾ കാണിച്ചിട്ടുണ്ട്. 15 Pro ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ റേഞ്ചുകൾ അൾട്രാ വൈഡ് അതോടൊപ്പം തന്നെ ടെലിഫോട്ടോ 77mm ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു മാഗ്നിഫയർ കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ സ്മൂത്ത് സൂമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രൊഫഷണൽ ക്യാമറാസിലൊക്കെ കണ്ടിട്ടുണ്ട്, സൂമിങ് വളരെ സ്മൂത്തായിട്ട് വളരെ ഫ്ലോലെസ്ലി നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ആ ഒരു ഫീലോടെ നമുക്ക് സൂമിങ് ലഭിക്കാനുള്ള ഫീച്ചറാണ് ഇത്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക, ആ സ്ലൈഡർ ഫ്രണ്ടിലേക്ക് നിങ്ങളിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു സൂമിങ് പോകുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾ റിവേഴ്സിലേക്കും പോയി കഴിഞ്ഞാൽ സൂമിങ് വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 3 ഡിഫറെൻറ്റ് ലെൻസ് ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതും ആണ്. അത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ കൺട്രോൾസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ കൺട്രോൾസ് എന്ന് പറയുന്നത് ആക്ച്വലി മെയിൻ ആയിട്ടുള്ള മാനുവൽ കൺട്രോൾസ് ആണ്. അതിൽ ഒന്നാമത്തത് വൈറ്റ് ബാലൻസ് ആണ്. വൈറ്റ് ബാലൻസ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമായിരുന്നു. നമ്മളുടെ ഡിഫോൾട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ ഇല്ലാത്ത ഒരു സംഭവമാണ്. എന്നാൽ ഇപ്പം iOS 17 മുതൽ നമുക്ക് വൈറ്റ് ബാലൻസ് ലോക്ക് ചെയ്യാൻ സാധിക്കും നമ്മളുടെ ഐഫോണിൽ. പക്ഷേ അത് ഇപ്പം കംപ്ലീറ്റ്ലി നമുക്ക് വൈറ്റ് ബാലൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്ലൈഡർ നിങ്ങൾ ബാക്കിലേക്ക് പോകുമ്പോൾ ഈ ഒരു കെൽവിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ആ K കൊടുത്തേക്കുന്നത്. 3900K എന്ന് പറയുന്നത് അതിൻ്റെ കെൽവിനാണ്. ആ വാല്യൂ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് കോൾഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈറ്റ് ആയിട്ടുള്ള കളറും, മേളിലേക്ക് പോകുന്നതനുസരിച്ച് നമുക്കത് ഒരു വാം ടോണും ആയിരിക്കും ലഭിക്കുന്നത്. അതാണ് വൈറ്റ് ബാലൻസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഫിക്സ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോ വൈറ്റ് ബാലൻസും അതോടൊപ്പം തന്നെ കുറച്ച് പ്രീസെറ്റുകളും നമ്മളുടെ നോർമൽ ഡിജിറ്റൽ ക്യാമറയിൽ അല്ലെങ്കിൽ മിറർലെസ് ക്യാമറയിലൊക്കെ വരുന്ന വൈറ്റ് ബാലൻസ് പ്രീസെറ്റുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ രണ്ടാമതാണ് നമ്മളുടെ എക്സ്പോഷർ. അത് മുമ്പേ ഞാൻ കാണിച്ചാണ്. എക്സ്പോഷർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വെട്ടം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എക്സ്പോഷറാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോ ടാപ്പ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് ഷട്ടർ സ്പീഡും അതോടൊപ്പം ISOയും നമുക്ക് അവിടെ വരുന്നതാണ്. ഇനി ISO നിങ്ങൾക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ISOയും നമുക്ക് 1600 വരെ നമുക്ക് റേഞ്ച് ഉണ്ട്. 64 മുതലാണ് 1600 വരെ റേഞ്ച് ഉള്ളത്. ഇനി അതുപോലെ ഷട്ടർ സ്പീഡും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി ഒരു ക്യാമറയ്ക്ക് എങ്ങനെയാണോ ഷട്ടർ സ്പീഡൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഷട്ടർ സ്പീഡും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നുള്ളത് ഓട്ടോ ഫോക്കസ് ആണ്. ഫോക്കസ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫോക്കസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മുന്നേ നമ്മൾ ആ ഒരു ഫോക്കസ് സ്പീക്കിംഗ് കണ്ടതാണ്. സോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫോക്കസ് അവിടെ നിന്ന് ഔട്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു കീബോർഡിൽ ഫോക്കസ് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ആ ഒരു പച്ച കളർ അവിടെ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ എപ്പം നമ്മൾ ആ ഒരു ഫോക്കസ് അങ്ങോട്ടത്തേക്ക് കൊണ്ടുവരുന്നു ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു പച്ച കളർ, അതായത് ഫോക്കസ് സ്പീക്കിംഗ് എവിടെയാണ് ഫോക്കസ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് മാനുവൽ ഫോക്കസ് കൺട്രോളും നമുക്കിപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓറിയൻറ്റേഷൻ ലോക്കും ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റിലേക്കാണോ ലാൻഡ്സ്കേപ്പ് മോഡിൽ നമുക്ക് ഓറിയൻറ്റേഷൻ ലോക്ക് ചെയ്യാൻ സാധിക്കും. പോർട്രേറ്റ് ആണെങ്കിൽ പോർട്രേറ്റിലേക്ക് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഒരിക്കലും നമുക്ക് പോർട്രേറ്റിൽ നിന്ന് മാറി ലാൻഡ്സ്കേപ്പിലേക്ക് പോകത്തില്ല. ആൻഡ് ഫൈനലി നമുക്കറിയാം പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫീച്ചറായിരുന്നു നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പോസ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പോസ് ഓപ്ഷൻ മാത്രം ആപ്പിൾ ഇപ്പോഴും കൊണ്ടുവന്നിട്ടില്ല വീഡിയോസിൻ്റെ ഓപ്ഷനിൽ. അതുപോലെ തന്നെ ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോ ആപ്ലിക്കേഷനിൽ വരത്തില്ല.
ഇതിൻ്റെ തന്നെ ലൈബ്രറിക്കകത്തായിരിക്കും, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലൈബ്രറിക്കകത്തായിരിക്കും നമുക്ക് വരുന്നത്. അത് ഇവിടുന്ന് തന്നെ നമുക്ക് സേവ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സേവ് വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കൺട്രോൾസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡഡ് മീഡിയ നമുക്ക് ഡയറക്റ്റ്ലി ഫൈനൽ കട്ട് പ്രോ ആപ്ലിക്കേഷനിലേക്ക് എഡിറ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഷെയർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഐഫോണിൽ ഇത്ര നാളും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫൈനൽ കട്ട് ക്യാമറ എന്ന് പറയുന്നത്. കാരണം ഇനി മുതൽ നമ്മൾ ഡിഫോൾട്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് അതിലെ സിനിമാറ്റിക്കോ വീഡിയോ ഓപ്ഷനിലോ പോയി നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലും കിടിലൻ ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ കട്ട് ക്യാമറ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.